4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചെന്ന് എത്തി നിൽക്കുന്നത് സെബാസ്റ്റ്യൻ എന്ന ആളുടെ മുന്നിലാണ്. അയാൾ ഒന്നും തന്നെ പോലീസിനോട് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് ഈ കാണാതായ സ്ത്രീകളിൽ ആരുടെയോ ഒരാളുടെ മൃതദേഹമാണ് അതെന്നും മറ്റുള്ളവരെയും സെബാസ്റ്റ്യൻ കൊന്നു തള്ളിയിട്ടുണ്ടാകാം എന്നുമുള്ള നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. ആരായിരുന്നു ഈ 4 സ്ത്രീകൾ? എന്താണ് ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ? എപ്പോൾ മുതലാണ് ഈ സ്ത്രീകളെ കാണാതായത്? അവരുടെ ബന്ധുക്കൾ പല സന്ദർഭങ്ങളിലായി പോലീസിന് നൽകിയ പരാതികൾ, അതിനെ തുടർന്ന് അന്വേഷണമൊക്കെ ഇപ്പോൾ സെബാസ്റ്റ്യനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരാൻ പോകുന്നത് ഒരു കൂട്ടക്കൊലപാതകത്തിൻ്റെ വിവരങ്ങളാകുമോ എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മനോരോഗിയായിരുന്നോ? അയാൾ ഒരു സീരിയൽ കില്ലർ എന്ന നിലയിൽ കാണേണ്ട വ്യക്തിയാണോ? ഏതായാലും ഇനിയും അന്വേഷണ സംഘത്തിന് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. തെളിവ് എടുപ്പ് നടത്താനുണ്ട്. സാഹചര്യ തെളിവുകൾ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നുണ്ട്. സൈബർ തെളിവുകൾ അവർ ശേഖരിക്കുന്നുണ്ട്. ആരായിരുന്നു ഈ കാണാതായി പോയ 4 സ്ത്രീകൾ? എപ്പോൾ മുതലാണ് അവരെ കാണാതായത്? എന്താണ് അവരുടെ തിരോധാനത്തിന് പിന്നിൽ സംഭവിച്ചത്? ഈ കാര്യങ്ങൾ എൻകൗണ്ടർ എന്ന് പരിശോധിക്കുമ്പോൾ കാണാതായവരുടെ ചിലരുടെ ബന്ധുക്കൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. ആദ്യം നമുക്ക് നോക്കേണ്ടത് കാണാതായ, അതായത് തിരോധാനം എന്ന പരാതി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ 4 സ്ത്രീകൾ ആരൊക്കെ എന്നതാണ്. ആദ്യം ബിന്ദു പത്മനാഭൻ. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തിയ ആദ്യ കേസ് ബിന്ദു പത്മനാഭൻ്റെതാണ്. 2006 മുതൽ ബിന്ദുവിനെ കുറിച്ച് ഒരു വിവരവും ബിന്ദുവിൻ്റെ ബന്ധുക്കൾക്കില്ല. സാമ്പത്തികമായി വളരെ ഉയർന്ന ജീവിത പശ്ചാത്തലമുള്ള ആളാണ് ബിന്ദു. സൗഹൃദം സ്ഥാപിച്ച് സെബാസ്റ്റ്യൻ ബിന്ദുവുമായി അടുപ്പത്തിലായി എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് വിവിധ സ്ഥലങ്ങളിലുള്ള സ്ഥലം സെബാസ്റ്റ്യൻ സ്വന്തം പേരിലാക്കി, അതായത് ബിന്ദുവിൻ്റെ വസ്തുവകകൾ സ്വന്തം പേരിലാക്കി സെബാസ്റ്റ്യൻ. 2016 സ്വത്ത് ഭാഗം വെക്കലിൻ്റെ ഭാഗമായി കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന, പ്രത്യേകിച്ച് സഹോദരനുമായി അകന്നു കഴിഞ്ഞിരുന്ന ബിന്ദുവിനെ സമീപിക്കാൻ ബന്ധുക്കൾ ശ്രമിച്ചു. ബിന്ദുവിനെ ബന്ധപ്പെടാനായില്ല. ബിന്ദുവിൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം, അതായത് എറണാകുളത്ത് ധാരാളം സ്ഥലം ബിന്ദുവിനുണ്ടായിരുന്നു. ആ സ്ഥലം സെബാസ്റ്റ്യൻ എന്ന ആൾക്ക് വിറ്റു എന്ന് രേഖകളിൽ നിന്ന് ഈ സഹോദരൻ കണ്ടെത്തുകയാണ്. ഇതോടെ ബിന്ദുവിനെ കാണാനില്ലെന്ന് 2017 കുടുംബം പരാതി നൽകുന്നത്. സെബാസ്റ്റ്യനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തെങ്കിലും തെളിവുകളില്ലാത്തതിനാൽ അന്ന് പോലീസ് വിട്ടയച്ചു. ബിന്ദുവിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്ന കേസിലും ഒന്നാം പ്രതിയായി നിൽക്കുന്നത് ഈ സെബാസ്റ്റ്യനാണ്. ഇനി രണ്ടാമത്തെ തിരോധാന കേസിനെ കുറിച്ച് നോക്കാം. രണ്ടാമത് കാണാതായതായി പരാതി ഉയർന്നത് ഐഷ എന്ന സ്ത്രീയെക്കുറിച്ചാണ്. ചേർത്തല സ്വദേശിനിയാണ് ഐഷ. ഐഷയെ കാണാതാകുന്നത് 2012 മുതലാണ്. ഐഷ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടത് എങ്ങനെ എന്ന കാര്യം ഇപ്പോഴും ആർക്കും വ്യക്തതയില്ല. എന്ത് ബന്ധമായിരുന്നു ഐഷയുമായി സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എന്ന കാര്യം ബന്ധുക്കൾക്കോ അവരുടെ മക്കൾക്കോ അറിയില്ല. ഇരുവരും തമ്മിൽ സ്ഥലക്കച്ചവട ഇടപാടുകൾ നടന്നു എന്നതിൻ്റെ സൂചന മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നതായി നാട്ടുകാരും കുടുംബവും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഐഷ തിരോധാന കേസിൽ ചേർത്തല സ്വദേശിനിയായ ഒരു സ്ത്രീക്ക് കൂടി പങ്കുണ്ട് എന്ന് കുടുംബത്തിൻ്റെ മൊഴി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിക്കുമ്പോഴായിരിക്കും ഐഷയുമായി സെബാസ്റ്റ്യൻ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. റിട്ടയേർഡ് പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്നു ഐഷ. ഐഷയുടെ തിരോധാനത്തെക്കുറിച്ചും അന്വേഷണം നടന്നു എന്നതല്ലാതെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമതായി ഈ തിരോധാന കേസുകളിലേക്ക് ഏറ്റവും പുതുതായി എഴുതി ചേർക്കപ്പെട്ട പേരാണ് മധ്യവയസ്സുള്ള സിന്ധുവിൻ്റേത്. ചേർത്തല സ്വദേശിനിയാണ് സിന്ധു. സിന്ധുവിനെ കാണാതാകുന്നത് 2020 ഒക്ടോബർ 19 മകളുടെ കല്യാണ നിശ്ചയത്തിന് 2 ദിവസം മുൻപ് ക്ഷേത്രത്തിൽ പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സിന്ധു. പിന്നീട് സിന്ധുവിനെ കുറിച്ചൊരു വിവരവുമില്ല. ആരും സിന്ധുവിനെ കണ്ടിട്ടുമില്ല. സിന്ധു ഭർത്താവുമായി അകന്നു കഴിയുന്ന ഒരു സ്ത്രീയായിരുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാണാതായ സ്ത്രീകളുടെ അതേ ജീവിത പശ്ചാത്തലം തന്നെയാണ് ഈ സിന്ധുവിനുമുള്ളത്. അങ്ങനെ സിന്ധുവും ഒരുപക്ഷെ സെബാസ്റ്റ്യൻ്റെ വലയിൽ പെട്ടിരിക്കാം എന്ന് പോലീസ് കരുതുന്നു. സിന്ധു തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്ന് സംശയിക്കാനുള്ള കാരണം ഇതേ ജീവിത പശ്ചാത്തലമുള്ള ഒരാൾ എന്ന നിലയിലാണ്. സിന്ധുവിനെയും സെബാസ്റ്റ്യനെയും ബന്ധിപ്പിക്കുന്ന ഒരു സൂചനയും ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇനി മറ്റൊരു തിരോധാന കേസിൽ കാണാതായത് ജൈനമ്മ എന്ന സ്ത്രീയാണ്. ജൈനമ്മയെ കാണാതാകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് 2024 ഡിസംബർ 23 സെബാസ്റ്റ്യനുമായി വർഷങ്ങളായുള്ള അടുപ്പം ജൈനമ്മയ്ക്കുണ്ട് എന്നാണ് കരുതുന്നത്. ഇരുവരും പരിചയപ്പെടുന്നതാകട്ടെ
ഈരാറ്റുപേട്ടയിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ്. 2024 ഡിസംബറിൽ ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. വിവരം ലഭിച്ചത് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ്. ജൈനമ്മയുടെ സ്വർണം വിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ 4 തിരോധാന കേസുകളിലും മറുഭാഗത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് സെബാസ്റ്റ്യൻ എന്ന 68 വയസ്സുകാരനാണ്. സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളുടെ വസ്തുവകകളും സ്വർണം തട്ടിയ ശേഷം ഇവരെ ഈ ഭൂമുഖത്ത് നിന്ന് നീക്കം ചെയ്തു. അവരുടെ മൃതദേഹങ്ങൾ അങ്ങനെയാണെങ്കിൽ സെബാസ്റ്റ്യൻ എന്ത് ചെയ്തു? ഏത് മാനസികാവസ്ഥയിലാണ് സെബാസ്റ്റ്യൻ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക? സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണോ?